ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് മസായിലുൽ ഫിഖ്ഹിൻ്റെയും അഹ്കാമുത് തജ്വീദിൻ്റെയും എക്സാം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്? മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെയാണ് ഇശാ നിസ്കാരത്തിൻ്റെ സമയം. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ ഫജ്ർ വരെയാണ്, ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെയാണ് ഇശായിൻ്റെ. ഇതുപോലെ നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെയും സമയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കണം. അടുത്ത എന്താണ്? കോപമുള്ളവൻ്റെ ചെവിയിൽ സുന്നത്താണ്. എന്താണ്? അദാനാണ് സുന്നത്തുള്ളത്. കോപമുള്ളവൻ്റെ ചെവിയിലും സ്വഭാവ മോശമായ വ്യക്തിയുടെ ചെവിയിലും അദാൻ മാത്രമാണ് സുന്നത്തുള്ളത്. യാത്രക്കാരൻ്റെ പിറകിൽ എന്താണ്? അദാനും ഇക്കാമത്തും സുന്നത്താണ്. പ്രസവിച്ച കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇക്കാമത്തും ചൊല്ലൽ സുന്നത്താണ്. അതൊക്കെ മനസ്സിലാക്കുക. ദുഃഖിതൻ്റെയും കോപമുള്ളവൻ്റെയും സ്വഭാവം മോശമായവൻ്റെയും ചെവിയിൽ അദാനാണ് സുന്നത്തുള്ളത്. അടുത്തത് എന്താണ്? മറ്റു മസ്ജിദുകളിൽ 100,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമുള്ള മസ്ജിദ് 100,000 ഏതാണ്? മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിനാണ്. മറ്റു മസ്ജിദുകളിലെ 100,000 നിസ്കാരത്തിന് തുല്യമാണ് മസ്ജിദുൽ ഹറാമിലുള്ള ഒരു നിസ്കാരം. അതുപോലെ മസ്ജിദുൻ നബവി മറ്റു മസ്ജിദിലെ നിസ്കാരത്തിനേക്കാൾ 1000 നിസ്കരിക്കുന്ന ശ്രേഷ്ഠമാണ് മസ്ജിദുൻ നബവി. പിന്നെ മസ്ജിദുൽ അക്സ 500 നിസ്കരിക്കുന്ന ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സ. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ, അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ എന്താണ്? നിർബന്ധമാണ്. അറഫ ലഭിക്കാൻ വേണ്ടിയും അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കേണ്ടി വന്നാൽ പിന്തിക്കൽ നിർബന്ധമാണ്, മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് 6 ഹർക്കത്ത് നീട്ടി ഓതൽ നിർബന്ധമുള്ള മദ് ഏതാണ്? ലാസിം ഹർഫിലെ മദ് വന്നിട്ടുണ്ട് ഇവിടെ. യാസീൻ എന്നത് ലാസിമായ മദ്. അപ്പോൾ ഇവിടെ നമുക്കിത് ടിക്ക് ചെയ്യാം. ഇവിടെ അൽ ഹലീം ഇത് മദ്ദുലാരിലാണ്. ഹൗഫ് മദ്ദുല്ലീന്. അപ്പോൾ ഇവിടെയൊക്കെ നീട്ടൽ നിർബന്ധമുള്ളത് ലാസിമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? അലം നഹ്ലുക്കും എന്നതിൽ ഇദ്ഗാം ചെയ്ത അക്ഷരം ഏതിനെയാണ്? ഖാഫിനെ കാഫിലേക്ക്. അപ്പോൾ ഖാഫ് എന്നത് നമുക്കവിടെ ഇദ്ഗാം മുതഖാരിബാനി ഇത് ടിക്ക് ചെയ്യാം. ഇനി ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? ചേരുംപടി ചേർക്കാൻ വന്നത് മൂക്ക് നിലത്ത് വെക്കാതിരിക്കൽ എന്താണ്? സുജൂദിൽ കറാഹത്താണ്. മൂക്ക് നിലത്ത് വെക്കാതിരിക്കൽ സുജൂദിൽ കറാഹത്താണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സി എഴുതാം. അടുത്തത് കിബിലക്ക് മുന്നിടൽ അദാൻ വിളിക്കുമ്പോൾ സുന്നത്താണ്. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതാം. മേൽപോട്ട് നോക്കൽ എന്താണ്? നിസ്കാരത്തിൽ കറാഹത്താണ്. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്തതാ, സുഗന്ധം പൂശൽ മസ്ജിദിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട അദബാണ്. അതിൻ്റെ ഇ എഴുതാം. ഇനി വെള്ളം കുടിക്കൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അതിൻ്റെ എ എഴുതാം. അപ്പോൾ ഇവിടെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളും നിസ്കാരത്തിൽ കറാഹത്തും സുജൂദിൽ കറാഹത്തുള്ള കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് വിളിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓപ്ഷൻ മാറി വരാം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നിസ്കാരത്തിൽ ഡാഷിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്താണ്? ശുക്റിൻ്റെ സുജൂദ്. നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അടുത്തതാ, ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. അടുത്തത്, പതിവായി ഡാഷിലേക്ക് പോകുന്നവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. എന്താണ്? മസ്ജിദിലേക്ക് പോകുന്നവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. അടുത്തതാ, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലെ ആയത്ത് ഡാഷ് ഓതൽ സുന്നത്താണ്. എന്താണ്? ആയത്തുൽ കുർസി. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. അടുത്തതാ, കിൻവാനൻ എന്നതിൽ ഡാഷിനെ ഇദ്ഗാം ചെയ്യുകയില്ല. എന്താണ്? നൂനിനെ ഇദ്ഗാം ചെയ്യുകയില്ല.
നൂനിനെ ഇദ്ഗാം ചെയ്യേണ്ട. ഇവിടെ ഇൽഹാർ മുത്തലക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൂനിനെ ഇദ്ഗാം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നതോടെ സമയം അവസാനിക്കുന്ന നിസ്കാരം ഏതാണ്? അസ്ർ നിസ്കാരമാണ്. സൂര്യൻ അസ്തമിക്കുന്നതോടെ സമയം അവസാനിക്കുന്ന നിസ്കാരം. അടുത്തതാ, മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണത്. ഏതാണ്? മസ്ജിദ്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ് അത് മസ്ജിദ്. മനസ്സിലാക്കുക. അടുത്തതാ, ഉണരുമെന്ന് ഉറപ്പില്ലാത്തവൻ നിസ്കാരത്തിൻ്റെ സമയമായ ശേഷം ഉറങ്ങൽ ഹറാമാണ്. ഉണരുമെന്ന് ഉറപ്പില്ലാത്തവൻ നിസ്കാരത്തിൻ്റെ സമയമായ ശേഷം ഉറങ്ങൽ ഹറാമാണ്. അടുത്തത്, സജദ തിലാവത്ത് നിസ്കാരത്തിൽ ഒരു ഫർളാണുള്ളത്. സജദ തിലാവത്തിൽക്ക് നിസ്കാരത്തിൽ ഒരു ഫർളാണത്. ഏതാണ്? ഒരു സുജൂദാണത്. അടുത്തതാ, അൽ ഖാരിയ എന്നതിലെ ഹാഇന്റെ പേരെന്ത്? എന്താണ് ഇവിടുത്തെ ഹാത്തായിന്റെ പേരെന്താണ്? ഹാ ഉത്ത് ഇനീസ്. താ മർബൂത്ത, താ മജ്റൂറ, 2 താകൾ അല്ലേ? അപ്പൊ താ മർബൂത്ത മറ്റൊരു പേരാണ് ഹാ ഉത്ത് ഇനീസ്. അപ്പൊ ഈ ഹാഇന്റെ പേരാണ് ഹാ ഉത്ത് ഇനീസ് എന്ന് എഴുതാം. അടുത്തതാ, ഏറ്റവും മനോഹരമായ ലിപിയുള്ള ഭാഷ ഏറ്റവും മനോഹരമായ ലിപിയുള്ള ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. അറബി ഭാഷയ്ക്ക് ഏറ്റവും മനോഹരമായ ലിപിയാണ്. എഴുതാം. അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. റുക്കൂയിലെത്തിയ ശേഷം ഇമാമും ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഖിയാമിലേക്ക് തിരിച്ചുപോയി ഫാത്തിഹ ഓതണം. റുക്കൂയിലെത്തിയ ശേഷം ഇമാമു ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഖിയാമിലേക്ക് തിരിച്ചുപോയി ഫാത്തിഹ ഓതണം. അടുത്തതാ, നിസ്കാരത്തിന്റെ സമയമറിയാൻ വഴിയില്ല, ഗവേഷണം നടത്താനും കഴിയില്ല. എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും പിന്നീട് നിസ്കാരം ഖളാ വീട്ടുകയും വേണം. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും പിന്നീട് നിസ്കാരം ഖളാ വീട്ടുകയും വേണം. അടുത്തതാ, എന്താണ് എഴുത്തിക്കാഫ്? എഴുത്തിക്കാഫിന്റെ നിയ്യത്തോടെ മസ്ജിദിൽ കുറച്ചു സമയം ചിലവഴിക്കലാണ്. എഴുത്തിക്കാഫിന്റെ നിയ്യത്തോടെ മസ്ജിദിൽ അല്പസമയം ചിലവഴിക്കലാണ് എഴുത്തിക്കാഫ്. അടുത്തത് എന്താണ്? അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ്. സമയമായ ഉടനെ നിസ്കരിക്കലാണ് അല്ലാഹു തആലാക്ക് കർമ്മങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. അടുത്തതെന്താണ്? ഫസ്ഫഹ് അൻഹും എന്നതിലെ ഹാഇനെ ഐനിൽ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ ഇദ്ഗാം മുത്തജാനിസാനിയും മുത്തഖാരിബാനിയും മുത്തമാസിലാനിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുത്തജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാണെങ്കിൽ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. ഹൽക്കിൻ്റെ ഹർഫായ ഹ വന്നിട്ടുണ്ട് മുത്തജാനിസാനിയിൽ. അപ്പോൾ ഇവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കുക. കല്ല ബൽ റാന എന്നതിൽ സക്കത്ത ഉണ്ട്. എന്താണ് സക്കത്ത? ശ്വാസം വിടാതെ അല്പം മടങ്ങലാണ് സക്കത്ത. ശ്വാസം വിടാതെ അല്പം മടങ്ങലാണ് സക്കത്ത. ബൽ എന്ന് കഴിഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം മടങ്ങണം, എന്നിട്ടാണ് റാന എന്ന് പറയാൻ പാടുമ്പോൾ ശ്വാസം വിടാതെ അല്പം മടങ്ങലാണ് സക്കത്ത. അടുത്തതാ, ഹാ തഅനീസ് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഹാ തഅനീസിൽ അടുത്ത പദത്തിൽ ചേർത്തി ഓതുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയും ഉച്ചരിക്കണം. ഹാ തഅനീസിനെ അടുത്ത പദത്തിൽ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. ഇനി ഇവിടെ കുറിപ്പ് എഴുതാൻ എന്താണ്? മസ്ജിദുമായുള്ള മുഅ്മിനിന്റെ ബന്ധം. നമ്മളെ ഫിഖ്ഹിലെ 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ മസ്ജിദ് മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇബാദത്തുകൾ നിർവഹിക്കുക, അറിവ് പഠിക്കുക, നിക്കാഹ് ചെയ്യുക തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും മസ്ജിദിൽ വെച്ചാണ് നടത്തേണ്ടത്. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എൻ്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെയാണ് നിനക്ക് അയൽവാസികൾ ഉണ്ടാവുക? അല്ലാഹു തആല പറയും, എവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർ. മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകയ്ക്കലും മോക്കതായ സുന്നത്താണ്. മസ്ജിദിൽ നജസുകൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ 5 വരി കുറയാതെ ഉപന്യസിക്കാം, കുറിപ്പ് എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇതുപോലെ എഴുത്തികാഫിനെ കുറിച്ച് എഴുതാൻ വന്നാൽ ആ പാഠത്തിൻ്റെ അവസാനത്തിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക.
നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓരോ പാഠത്തിലായിട്ട്. അതൊക്കെ മനസ്സിലാക്കുക. നിസ്കാരത്തിലെ സുജൂദുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തിലാവത്തിൻ്റെ സുജൂദ്, നിസ്കാരത്തിലെ സജദ തിലാവ, നിസ്കാരത്തിൽ സജദയുടെ ആയത്ത് ഓതുമ്പോഴുള്ള സുജൂദ്, അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അത് ഒക്കെ എഴുതാൻ വന്നാൽ അതൊക്കെ വിവരിച്ച് എഴുതാൻ കഴിയണം. 7ാമത്തെ പാഠം മുതലാണ് നമുക്ക് ഈ എക്സാമിന് വരുന്നത്. അപ്പോൾ 7ാമത്തെ പാഠത്തിൽ നിസ്കാരം കറാഹത്തുള്ള സമയങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് 5 വരി കുറയാതെ എഴുതാൻ വരും. അതൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്തുകൾ, അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും സുന്നത്തുകൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഇവിടെ തജ്വീദിൽ നിന്ന് അറബി ലിപികളെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാനാണ് വന്നത്. ഇദ്ഗാമിനെ കുറിച്ചിട്ട്, മദ്ദുകളെ കുറിച്ചിട്ട്, ഹാ ഉൽ ലമീറിനെ കുറിച്ച്, സക്കത്തയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അറബി ലിപികൾ, അതൊക്കെ ഓരോ പാഠത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് 5 വരി കുറയാതെ പഠിക്കാൻ പഠിക്കുക എല്ലാവരും. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.